Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ലാതെ നിന്റെ ഗ്രാമത്തിന്റെ കഥകൾ കേട്ടിട്ട് ഒരുപാട് നാളായല്ലോ. അല്ല, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ശിവ, ഈ ബുള്ളുകളൊക്കെ എവിടെ നിന്നാണ് വന്നത്? എനിക്കറിയില്ല രേവ. ഈ ബുള്ളുകൾ മുഴുവനും നഗരത്തിൽ നോക്കിയാണ് പോകുന്നത്. ജനങ്ങളെ അറിയിക്കാനുണ്ട്. വരൂ, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യാം. എല്ലാവരും അവരവരുടെ വീടുകൾക്ക് പോകൂ. വളരെ വേഗത്തോടെ പുല്ലുകൾ വരുന്നുണ്ട്. അതിങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കുന്നത്. വേണ്ട, എന്റെ അടുത്തേക്ക് വരല്ലേ. വേണ്ട ശിവ. താങ്ക് യു ബഫല്ലോ. സമയം പോകുന്നു. താങ്ക് യു ശിവ, നീ എന്റെ മോനെ രക്ഷിച്ചിരിക്കുന്നു. ശാന്തം ശാന്തം ശാന്തമാകൂ, ശാന്തമാകൂ. ചെല്ല് ചെല്ല് ചെല്ല്, നിങ്ങൾക്കുള്ള ഭക്ഷണം കഴിക്ക്. വേഗം പോകൂ. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് കാട്ടുമൃഗങ്ങളെ പോലും ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് മാത്രം. ഓ, എനിക്ക് വേണ്ടതിനൊരു പൂ പറിച്ചോണ്ട് വാ. Thank you, dear. Ragavan is the only one and only hypnotizer in the world. വന്യമൃഗങ്ങളെ പോലും ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്നവൻ ഇത് എന്റെ വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ഇനി ഫിലിം അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയല്ലേ. വേദാസ് നഗര ജനങ്ങളെ, എന്റെ പ്രതികാരം ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കാൻ കൊടുക്കുകയാണ്. ഇതെന്താ ഇവിടെ കുറെ സിംഹങ്ങൾ വന്നിരിക്കുന്നേ? ഓടിക്കോ, എല്ലാരും ഓടി രക്ഷപ്പെട്ടോ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, സിംഹം വന്നിട്ടുണ്ട്. ഞാൻ എവിടെ വന്നിരിക്കുന്നത്? രക്ഷകനെ. ലഡ്ഡു സിംഗ് സാറ്, ലഡ്ഡു സിംഗ് സാറേ, എന്താ മോളി നിങ്ങൾ പറഞ്ഞ താഴത്തേക്ക് വീണത്? മുത്തശ്ശ, മുത്തശ്ശ ഓടിക്കോ. സിംഹം നിങ്ങളെ കടിച്ച് തിന്നുന്നേ. ഇപ്പൊ തന്നെ ഞാൻ സിംഹം ഓടുന്ന രാഗം പാടിയാൽ എല്ലാം നോക്കി നിൽക്കും. വേണമെങ്കിൽ കണ്ടോ. ആ കൊള്ളാം, ഞാൻ ഓടാൻ വേണ്ടിയാ പാടിയത്. എല്ലാം കിടന്നു കളഞ്ഞല്ലോ. ഓക്കെ മുത്തശ്ശ, എനിക്ക് തോന്നുന്നു അവറ്റങ്ങളെ മുത്തശ്ശനോട് പാട്ട് പാടാൻ പറയണമെന്ന്.
മുത്തശ്ശൻ അകപ്പെട്ടു പോയല്ലോ. വേഗം ശിവയെ വിളിക്ക്. ഞാൻ അതിനോടൊക്കെ ഷൂട്ട് ചെയ്യട്ടെ. ഇങ്ങനത്തെ സീൻ പിന്നെ കിട്ടില്ലല്ലോ. മുത്തശ്ശ പാടിക്കൊണ്ടിരുന്നോ, അല്ലെങ്കിൽ പിന്നെ അത് കടിച്ചു കീറും. ഞങ്ങള് ശിവയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. ശിവ വരും ഇപ്പൊ തന്നെ. മുത്തശ്ശ വേഗം ഇതിൽ കയറി പിടിച്ചോ. വരൂ, തിരിച്ചു വരൂ. പോകാം. താങ്ക് യു ശിവ. ആ ലയൺസിന്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ആദ്യമായിട്ടാണ് രാഗം ആസ്വദിക്കുന്ന ലയൺസിനെ ഞാൻ കണ്ടത്. അതിനെ വിട്ടു വന്നപ്പോൾ ഒരു സങ്കടം. ശിവ, നീ ഇതൊന്ന് നോക്കിക്കേ. ഈ വീഡിയോ കണ്ടോ? അയ്യോ, വെരി ഗുഡ്, വെൽ ഡൺ. ഇനി ചെല്ലു, വേഗം കാട്ടിലേക്ക് പോകാൻ നോക്കൂ. ഹലോ അങ്കിൾ, ഈ പണി കൊള്ളാലോ. എന്താ വളർത്തു മൃഗങ്ങളാണോ അതൊക്കെ? അയ്യോ, എന്താ ഈ പറയണേ? ഒന്നും തന്നെ ഇല്ല. സിംഹങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോ ഞാൻ പേടിച്ച് ഇതിന്റെ മോളിൽ ഇങ്ങനെ ഓടാൻ കൊടുത്തു. അങ്ങനെയാണോ? എന്നാ പിന്നെ ഇതിലെന്താ ഈ കാണുന്നേ? അയ്യോ, കൊള്ളാലോ കുട്ടി, നീ ബഹും മിടുക്കൻ തന്നെ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആഹാ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വാക്ക് ഞാൻ നിന്നെ കാണാതിരിക്കല്ല ശിവ. അത് ശരി, നീ എന്റെ പുറകിൽ ഓടാൻ കൊടുക്കുകയാണല്ലേ? അല്ല, ഇതെന്നാ എന്താ മച്ചിയാ? അതോടെ വഴി അവസാനിച്ചു. ഓടാൻ പറ്റില്ല. അയ്യോ. സത്യം പറയൂ അങ്കിൾ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്? അയ്യോ, എല്ലാം പറഞ്ഞു തരാമേ. ഇനി അവിടുന്ന് മുന്നോട്ട് വരല്ലേ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഇപ്പോ നീ പൂർണ്ണമായിട്ടും എന്റെ കൺട്രോളിലാണ്. ഓ, മലയുടെ മോളിൽ നിന്ന് ചാട്. വിശന്ന് വരണ്ടിരിക്കുന്ന മുതലകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേഗം നിന്റെ കൂട്ടുകാരെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി. അതെ ശിവ, നീ എന്തായി കാണിക്കുന്നത്? ഇവരൊക്കെ നിന്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാര്, എതിരാളികളല്ല. നിർത്ത്. അവർ നിന്റെ ശത്രുക്കളാണ്. വേഗം അടിച്ച് കൊള്ളു എല്ലാത്തിനെയും. വേണ്ട. അല്ല, ഇയാള് ശിവയെ ഹിപ്നോട്ടൈസ് ചെയ്തു കഴിഞ്ഞല്ലോ. ഇയാള് പറയുന്നത് മാത്രമേ ശിവ ചെയ്യുകയുള്ളൂ. ശിവ, അയാള് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നോ? അതെ, എനിക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. ഇപ്പൊ എന്താ ചെയ്യുന്നത് നോക്കാം. നീ ഹിപ്നോട്ടൈസ് ആയിക്കോ. ഇനി ചെന്ന് നീ നിന്റെ കൂട്ടുകാരെ അടിക്ക്. അയ്യോ, താനെന്റെ കൂട്ടുകാരനാണ്. അയ്യോ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ല. അവരെ അടിക്ക്, അവർ നിന്റെ ശത്രുക്കളാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അയ്യോ, നിനക്ക് അത് മനസ്സിലായോ? ഈ കണ്ണട കാരണമാണ് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത നിനക്ക് ബലമില്ലാത്തത്. ഒന്ന് നിർത്ത്, ഈ ഇടി ഒന്ന് നിർത്ത. തെട്ടുപട്ടിപ്പോയി, എനിക്ക് മനസ്സിലായി. ഞാൻ എന്നോട് സോറി കേൾക്കാൻ കൊടുക്കുന്നു. വേഗം അയാളുടെ കണ്ണുകൾ മൂടിക്കെട്ട്. ഇനി സത്യം പറയൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ മുഖം കാണുമ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഓഹോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ രാഘവനല്ലേ, ജനങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് മോഷ്ടിക്കുന്ന ഒരു കള്ളൻ. പണ്ട് നിന്നെ ഞാൻ ഈ നഗരം വിട്ടു തന്നെ പറഞ്ഞയച്ചതല്ലേ? കറക്റ്റ് ആയിട്ട് പറയാൻ കൊടുത്തു.
ഞാൻ അതിന്റെ പ്രതികാരം തീർക്കാൻ വന്നതാണ്. ഞാൻ സത്യമായിട്ടും വിചാരിച്ചു എല്ലാരും നഗരത്തുനിന്ന് ഓടിച്ചു വിടാമെന്ന്. പക്ഷെ ശിവ ആ പ്ലാൻ എല്ലാം തള്ളി തകർക്കാൻ കൊടുത്തു. അങ്കിൾ, നിങ്ങൾ ഒരു നല്ല കലയാണ് തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിച്ചത്. ലഡു സിംഗ് സർ, ഇയാളുടെ ഹിപ്നോട്ടൈസിലും മയങ്ങിരിക്കുന്ന വന്യമൃഗങ്ങളെ പെട്ടെന്ന് തന്നെ നോർമൽ ആക്കൂ. അതിനുശേഷം ജയിലിൽ കൊണ്ടുപോയാൽ മതി. രാഘവ, ആദ്യം ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് പിന്നെ നിനക്ക് ജയിലിൽ പോയി ഒന്ന് വിശ്രമിക്കാം. നീ ജയിലിനകത്ത് ഇരിക്കുന്നത് വരെ നിന്റെ 2 കണ്ണ് ഞാൻ അടച്ച് പൂട്ടിയിടും. Watch India's largest kids library only on Geo Hotstar. Download the app now.